ഞങ്ങളുടെ നാട്ടിലുണ്ട് 4 കൊല്ലമായി ഒരു സൈഡ് പൊളിഞ്ഞ് ചാടിയ ഒരു പാലമുണ്ട്. ആ പാലത്തിൻ്റെ മേലേക്ക് ഏത് വെച്ചാൽ അവിടെ രാഷ്ട്രീയം കളിക്കാണ്. ഏത് പാർട്ടിക്കാരും ആ പാലത്തുമ്മക്ക് തിരിഞ്ഞ് നോക്കണില്ല. അപ്പോൾ ഞാൻ പലവട്ടം അത് വീഡിയോ എടുത്തുകൊണ്ട് എനിക്ക് ചാനൽ ഇട്ടിക്കണ്. അപ്പോൾ ഞാൻ ആൾക്കാർ ശ്രദ്ധിക്കാൻ വേണ്ടി ഒരു പാരടി പാട്ടിൻ്റെ മാതിരിയാണ് അതിൽ ഇപ്പോൾ ഞാൻ വീഡിയോ ഉണ്ടാക്കിക്കണ്. അപ്പോൾ എനിക്കതിൽ പിരാന്താണെന്ന് ഒരിക്കലും പറയരുത്. ആ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കി നിങ്ങൾ. എത്രയും ബഹുമാനപ്പെട്ട നമ്മുടെ MLA അനിൽകുമാർ സാറ് അറിയാൻ നമ്മുടെ മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ട് പഞ്ചായത്തിൻ്റെയും തൂവൂര് പഞ്ചായത്തിൻ്റെയും ബോർഡറിൽ ഒരു പാലം അപകടത്തിലായിട്ട് 4 കൊല്ലം കഴിഞ്ഞിട്ടും അധികാരികൾ ഒരു നടപടിയും എടുക്കാത്തത് കൊണ്ട് ഞാൻ മലപ്പുറം കലക്ടറെ പോയി കണ്ടിട്ട് ഇതുവരെ ഒരു പരിഹാരവും ചെയ്തിട്ടില്ല. ഇവിടുത്തെ നാട്ടുകാർ ഇനി എന്ത് ചെയ്യാനാണ്? അതുകൊണ്ട് MLA അനിൽകുമാർ സാറ് ഇടപെടണം. ഈ പാലത്തുമ്മക്കൂടി സ്കൂള് കുട്ടികൾ പോകുന്നുണ്ട്, സ്കൂള് വാഹനവും പോകുന്നുണ്ട്, പിന്നെ മരം കയറ്റി ലോറിയും പോകുന്നുണ്ട്. ഇതിൻ്റെ അവസ്ഥ കണ്ടോ മനുഷ്യന്മാരെ? ഞാൻ ഈ മൂളിപ്പാട്ട് പാടിയത് എനിക്ക് ഭ്രാന്ത് ഉണ്ടായിട്ട് അല്ല, ഈ പാലത്തിൻ്റെ അവസ്ഥ കണ്ടിട്ടാണ്. ഈ പാലം ഇങ്ങനെ ഒരു സൈഡ് പൊളിഞ്ഞ് ചാടിയിട്ടും അതേമാതിരി അതിൻ്റെ കോൺക്രീറ്റ് അടർന്ന് ചാടിയിട്ടും അതേമാതിരി ഈ പാലത്തിൻ്റെ 2 സൈഡും കരിങ്കല്ല് കെട്ടാണ്. ഈ കരിങ്കല്ല് കെട്ടിൻ്റെ അടിഭാഗം സൈഡ് അടർന്ന് നിന്നിട്ടും 4 കൊല്ലം കഴിഞ്ഞു. ഈ കരുവാരക്കുണ്ട് പഞ്ചായത്തും തൂര് പഞ്ചായത്തും ഇതുമ്മക്ക് തിരിഞ്ഞ് നോക്കാത്തത് കൊണ്ട് ഞാൻ 6 മാസം മുന്നേ ഞാൻ മലപ്പുറം ജില്ലാ കലക്ടറെ പോയി കണ്ടിട്ട് ജില്ലാ കലക്ടർ പറഞ്ഞു 2 ആഴ്ച കഴിഞ്ഞാൽ ഇതിൻ്റെ മറുപടി കരുവാരക്കുണ്ട് പഞ്ചായത്തേക്ക് വരും. അപ്പോൾ കരുവാരക്കുണ്ട് പഞ്ചായത്ത് സെക്രട്ടറിയെ പോയി കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നിട്ട് സെക്രട്ടറിയെ പോയി കണ്ടിട്ട് ഈ 2 ആഴ്ച കഴിഞ്ഞിട്ട് സെക്രട്ടറിയെ പോയി കണ്ടിട്ട് അവിടേക്ക് ഇതുവരെ ഒരു പരിഹാരവും വന്നിട്ടില്ല. സെക്രട്ടറി എന്നോട് പറഞ്ഞു ഇതിനെപ്പറ്റി മലപ്പുറം കളക്ടർ ഓഫീസിൽ നിന്ന് എന്തെങ്കിലും ഒരു കടലാസ് വന്നാൽ പരിഹരിക്കാമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഞാൻ കരുവാരക്കുണ്ട് പ്രസിഡൻറ്റിനെ പോയി കണ്ടു. പ്രസിഡൻറ്റ് പറഞ്ഞു 10 ലക്ഷം പഞ്ചായത്തിൻ്റെ ഭാഗ ഇതിന് ചിലവാക്കാം. ഞങ്ങൾ അനിൽകുമാർ സാറിനെ കണ്ടിട്ട് ഇതിൻ്റെ വിവരം പറഞ്ഞിരിക്കണമെന്നാണ് കരുവാരക്കുണ്ട് പഞ്ചായത്ത് പ്രസിഡൻറ്റ് എന്നോട് പറഞ്ഞിരിക്കണത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 6 മാസം കഴിഞ്ഞു. ഇതുവരെ ഈ പാലത്തിനെ പറ്റി ഒരു നടപടിയും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ മൂളിപ്പാട്ട് പാടാൻ കാരണം. ഇത് എൻ്റെ ഈ ചാനലിൽ ഞാൻ പലവട്ടം ഈ പാലത്തിനെ പറ്റി വീഡിയോസ് ഇട്ടിക്കണ്. കാരണം 2 കുട്ടികളാണ് ആ പാലത്തിൻ്റെ മേലെന്ന് ഈ തോട്ടിക്ക് കൊഞ്ഞ് ചാടിയിരിക്കണത്. കാരണം ഈ പാലത്തിൻ്റെ മേലെ ഇവർ ധാറിയും ഇട്ടുകാണ്ട് മണ്ണിട്ട് ഏകദേശം 1.5 അടിയാണ് ഈ പാലത്തിൻ്റെ മേലെ മണ്ണിട്ട് കണ്ട് പൊന്തിച്ചുകാണ്ട് ആണ് അവിടെ ധാറിട്ടിക്കണത്. എന്ന് വെച്ചാൽ ഈ പാലത്തിൻ്റെ അപ്പുറപ്പുറം ഒരു വാഹനങ്ങൾ വെച്ചാൽ ബ്രേക്ക് പൊട്ടിക്കാണ്ട് അവിടുന്ന് മേലൊന്നും അല്ലെങ്കിൽ സൈക്കിളോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരു തടവ് ഈ പാലത്തുമില്ല. ഇതിൻ്റെ സൈഡ് ആകെ പൊളിഞ്ഞ് ചാടിക്കാണ്ട് കോൺക്രീറ്റ് വരെ അടർന്ന് ചാടിക്കാണ്. ഇവിടുത്തെ മനുഷ്യന്മാർ ഇനി എന്താണ് ചെയ്യുക? നിങ്ങളൊന്ന് പറയും. കരുവാരക്കുണ്ട് പഞ്ചായത്ത് പറയുന്നത് ഈ പാലത്തിന് 40 ലക്ഷം ഉറുപ്പ്യ ചിലവാകുന്നതാണ്. കരുവാരക്കുണ്ട് പഞ്ചായത്ത് 10 ലക്ഷം ഉറുപ്പ്യ അതിലേക്ക് അറക്കുന്നാണ് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള 30 ലക്ഷം ആരെടുക്കും? അതുകൊണ്ടാണ് MLA അനിൽകുമാർ സാറിനോട് അപേക്ഷിച്ചാണ് ഞാൻ ആ മൂളിപ്പാട്ട് പാടാൻ കാരണം.